ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും പണ്ട് ഡിഫറെന്റ് എൻട്രൻസ് എക്സാംസ് നമ്മൾ ഫോം ഫില്ല് ചെയ്യണമായിരുന്നു. 2022 എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെയും, അതായത് 45-ൽ പരം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, കുറെ പ്രൈവറ്റ് കോളേജസ്, കുറെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഇതെല്ലാം കൂടിയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആക്കി മാറ്റി എന്ത് CUET. സോ ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, അതായത് എന്താണ് CUET എക്സാമിനേഷൻ, ഇതിന്റെ സിലബസ് എങ്ങനെ, ഇതിന്റെ എക്സാം സെന്റേഴ്സ് എവിടെ, ഇതെങ്ങനെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, എന്താണ് ജനറൽ ടെസ്റ്റ്, എന്തൊക്കെയാണ് ഡൊമെയിൻ സബ്ജക്ട്സ്, എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക, അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്, ഏതൊക്കെയാണ് നല്ല കോഴ്സസ്, എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലത്തെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ആൻഡ് ഏറ്റവും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഒരു ഷോർട്ട് ഇൻട്രോ ഉണ്ടാവും. അതായത് എക്സ്പോഷർ എന്താണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പോസിറ്റീവ്സ് എന്താ, നെഗറ്റീവ്സ് എന്താ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി CUETയുടെ അണ്ടറിൽ 45-ൽ പരം കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ കോളേജസിന്റെയും ഈ യൂണിവേഴ്സിറ്റീസിന്റെയും ലിസ്റ്റ് നമുക്ക് എവിടെ കിട്ടും? CUET സമർത്ത് എന്ന സൈറ്റിൽ പോയി നോക്കിയാൽ യൂണിവേഴ്സിറ്റീസ് എന്ന സെക്ഷൻ ഉണ്ട്. അതിൽ പോയി നോക്കിയാൽ നമുക്ക് ഈ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ സെക്ഷൻ ലിസ്റ്റ് കിട്ടും. മേജർലി ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ യൂണിവേഴ്സിറ്റി. ഞാൻ പഠിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന കോളേജിലാണ്. സോ ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബേസിക്കലി ഇന്ത്യയിലെ ഒരുവിധം ടോപ്പ് കൊമേഴ്സ് കോളേജാണ് SRCC, ടോപ്പ് സയൻസ് കോളേജാണ് സ്റ്റീഫൻസ്, അതുപോലെ ഒരുവിധം ടോപ്പ് ആർട്സിനുള്ള ടോപ്പ് കോളേജസ് എല്ലാം ഉള്ളത് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ ഉള്ളിലാണ്. അതും അതിൽ നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും ഒക്കെ ആയിട്ട് വേറെ തിരിച്ച് നിൽക്കുന്നുണ്ട്. ഡൽഹി ഈസ് സംതിങ് ഡിഫറെന്റ്. അത് നമുക്ക് കൂടുതൽ വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ചാനലിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി സെക്കൻഡ് വൺ ഈസ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഹൈദരാബാദിൽ ബേസിക്കലി വളരെ ഫേമസ് ആണ്. ഹൈദരാബാദ് ഈസ് ഫേമസ് ഫോർ PG കോഴ്സസ് ആണ്. പിന്നെ ചില ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഹൈദരാബാദിലുണ്ട്. ഇനി നമ്മുടെ ജാമിയ മിലിയ ഇസ്ലാമിയ ഡൽഹിയിലെ ഒരു മോസ്റ്റ് സസ്ത മീൻസ് മോസ്റ്റ് ചീപ്പ് എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. ഇനി ഇതാണ് AMU എന്ന് പറഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി UP. ഇത് ഭയങ്കര ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ടിസ് ഭയങ്കര ഫേമസ് ആണ്. കുറെ പേരുടെ ഇടയിൽ ഫേമസ് അല്ലെങ്കിലും, അതായത് പഠിക്കുന്നവരുടെ നല്ല ഒരു എന്താ പറയാ, ഒരു അറ്റ്ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ചില കോഴ്സുകൾക്ക്. ഇപ്പോൾ ഡെവലപ്മെന്റൽ സ്റ്റഡീസിന് ലൈക്ക് MA ഡെവലപ്മെന്റൽ സ്റ്റഡീസിന് ഏറ്റവും ഫേമസ് ആണ് ടിസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ സെൻട്രൽ യൂണിവേഴ്സിറ്റി? എന്തിന് സെൻട്രൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം? ഞാൻ ബേസിക്കലി കമ്പയർ ചെയ്യാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബെറ്റർ എക്സ്പോഷർ ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ഈ ഒരു സ്ലൈഡിലെ ഫസ്റ്റ് ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ, ജസ്റ്റ് എ സെക്കൻഡ്, ഈ ഒരു ഫോട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സൊസൈറ്റിയുടെ ഡ്രാംസോക്കിന്റെ ഒരു പ്രോഗ്രാമാണ്. ഡ്രാമ സൊസൈറ്റിയുടെ ആണെന്ന് തോന്നുന്നു. ഇതെന്താ വെച്ചാൽ ഓരോ കോളേജസുകളിലും കുറേ സൊസൈറ്റീസ് ഉണ്ടാവും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഇത്. ബേസിക്കലി ഡൽഹി യൂണിവേഴ്സിറ്റി ഫോട്ടോസ് ആണിത്. ഇതെല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജ് ലൈഫ്. നല്ല എക്സ്പോഷർ ഉണ്ടാവും. ലൈക്ക് പല ഇന്ത്യയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസും അതേപോലെ പല ലാംഗ്വേജസും പഠിക്കും. ഇംഗ്ലീഷിനൊക്കെ നമുക്ക് എത്രയോ ബെറ്റർ ആക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തരുന്നത്. കമ്മ്യൂണിക്കേഷനും പിന്നെ ഒരു പിയർ പ്രഷർ എന്ന സംഭവം ഇവിടെ ഉണ്ട്. കാരണം ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും പ്രൊഡക്റ്റീവായിട്ട്. നമ്മൾ വെറുതെ അല്ലെങ്കിൽ നടക്കുന്നുണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല കോളേജസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഫോട്ടോ ഈസ് ജസ്റ്റ് എ കോളേജ് വൈബ്. ആൻഡ് തേർഡ് ഫോട്ടോ ഈസ് പാർട്ട് ഓഫ് ഒരു ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ഫോർത്ത് ഫോട്ടോ, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോട്ടോ. സംഭവം ഈ ഒരു കൊളാഷിൽ ഏറ്റവും കൂടുതൽ നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഫോട്ടോ ഈ ഫോർത്ത് ഫോട്ടോ ആണ്. പക്ഷേ ഇതാണ് റിയാലിറ്റി. ഈ ഒരു ഈവനിങ് ആയിക്കഴിഞ്ഞാൽ കോളേജ് വിട്ട് സമ്മറിലല്ലാത്ത ടൈമിൽ, സമ്മറിലാണെങ്കിൽ പോലും ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കോളേജിന്റെ ഫ്രണ്ടിലെ ലോൺസിൽ ഇങ്ങനെ ഇരിക്കും. അത്യാവശ്യം വെറൈറ്റി ലൈഫ് തന്നെയാണ്. അതിന് ഞങ്ങളുടെ കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും. ഇനിയിപ്പോൾ ഇതൊരു ഫിഫ്ത്ത് ഫോട്ടോ ഒരു ടിപ്പിക്കൽ തിരക്കുള്ള ക്യാൻറ്റീൻ ആവാം, അങ്ങനെ പല കാര്യങ്ങളാവും. സിക്സ്ത് ഫോട്ടോ ഈസ് ഫെസ്റ്റ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് നടക്കുന്ന ഫെസ്റ്റുകളാണ്. എഡ്യൂക്കേഷൻ ആദ്യം പറഞ്ഞുതരാം. എഡ്യൂക്കേഷനൊക്കെ വേറെ ലെവൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. കമ്പാരിറ്റീവ്ലി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും പിയർ ഗ്രൂപ്പുമാണ്.
ഇനി ഞാൻ പറയാൻ പോകുന്നത് ലൈഫിന്റെ കാര്യമാണ് ബേസിക്കലി. ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോർസിന്റെ ബജറ്റാണ് ഇങ്ങനത്തെ ഈ ജാതി ഫെസ്റ്റുകൾക്ക് വരാം. മിനിമം 50 lakhs to 1 crore 1.5 crore. നെക്സ്റ്റ് സംഭവമാണ് സ്ലോട്ട്സ് 2 സ്ലോട്ട് ഉണ്ട്. ഇതിൽ 2 സ്ലോട്ടിന് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചില കോഴ്സുകൾ ഇപ്പോൾ ബികോം ഓണേഴ്സിന് വിചാരിച്ചു ഞങ്ങൾ ബികോം ഓണേഴ്സിന് കയറണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് 4 സബ്ജക്ട്സ് വേണം. ലൈക്ക് സെക്ഷൻ 1 അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 4 സബ്ജക്ട്സ് വേണം. അപ്പോൾ സ്ലോട്ട് 1 നമുക്ക് 3 സബ്ജക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് പ്ലസ് 2 സബ്ജക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 സബ്ജക്ട് ആഡ് ചെയ്യുന്നെങ്കിൽ സ്ലോട്ട് 2 എന്തായാലും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ +2 പഠിച്ച സബ്ജക്ട്സ് എല്ലാം ആഡ് ചെയ്യാൻ നോക്കുക, എല്ലാം എഴുതാൻ നോക്കുക. അപ്പോൾ എന്നാലേ നിങ്ങൾക്കുള്ള അഡ്മിഷന്റെ ചാൻസസ് കൂടുള്ളൂ. ഇനി നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ സെക്ഷൻ 1A സെക്ഷൻ 2 ഇതൊക്കെ എന്താണെന്ന്. അപ്പോൾ നമുക്ക് 3 സെക്ഷൻ ആണുള്ളത്. സെക്ഷൻ 1 2 സബ്സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സെക്ഷൻ 1 കമ്പൽസറി ആണ്. സെക്ഷൻ 1 എന്താ, ഇനി 13 ലാംഗ്വേജ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിന്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മലയാളീസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്താ, നമുക്ക് മലയാളത്തിൽ കുറച്ച് ഗ്രാമർ വന്നു കഴിഞ്ഞാൽ മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പ് ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ സെക്ഷൻ 1A ഇംഗ്ലീഷ്. പിന്നെ സെക്ഷൻ 1B കമ്പൽസറി അല്ല. ഇത് മറ്റേ ഫ്രഞ്ചിന് പോകുന്നവർ, ഇറ്റാലിയൻ, അതുപോലെ ലാംഗ്വേജ് കോഴ്സസ് പോകുന്നവർക്ക് അവരുടെ എലിജിബിലിറ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് അതിനാണ് എഴുതുക. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് സിലബസ് ആണ് ഇവിടെ പറയുന്നത്. 45 minutes ഫോർ ഈച്ച് ലാംഗ്വേജ്, 50 ക്വസ്റ്റ്യൻസ് ആണല്ലോ. അതിൽ 40 ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതിയിരിക്കണം സംഭവം. അപ്പോൾ 1 minute പെർ ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് സംഭവം വരുന്നത്. ആൻഡ് നൗ വി ഹാവ് എ സർപ്രൈസ് ഫോർ യു. ആർഎക്സ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു CUET കോച്ചിങ് ക്ലാസ്സസ്. ബേസിക്കലി വി ആർ ലോഞ്ചിങ് ഫോർ ജനറൽ ടെസ്റ്റ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, മോസ്റ്റ് അഫോർഡബിൾ ആണ് നമ്മൾ. പിന്നെ ആർഎക്സ് ആപ്പ് ഉണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമ്മൾ എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, റെക്കോർഡഡ് ക്ലാസ്, 2000+ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ആപ്പ് വഴി. ടെസ്റ്റ് സീരീസ്, കോളേജ് ആൻഡ് കരിയർ ഗൈഡൻസ് നമ്മൾ തരുന്നതാണ്. ഏത് കോളേജാണ് ബെറ്റർ പ്രിഫറൻസ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് അസിസ്റ്റൻസ്, ഡൗട്ട് സോൾവിംഗ് സെഷൻസ്, ഫ്രീ ഡെമോ ക്ലാസ്സസ്. അപ്പോൾ വാട്സ്ആപ്പ് ലിങ്ക് താഴെ ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക. ഇത് ഡസൻ ഡിപ്പെൻഡ്, നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് നമ്മുടെ കോർ ഫാക്കൽറ്റിയെ കുറിച്ച്, ജനറൽ ടെസ്റ്റ് ആരാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്, എന്താണ് നമ്മുടെ ഒരു കോഴ്സിന്റെ വാല്യൂ എന്താണ്. നമുക്ക് ജനറൽ ടെസ്റ്റ് സിലബസ് നമ്മൾ പറഞ്ഞല്ലോ, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത് പഠിപ്പിക്കുന്നത് മിസ്റ്റർ ആകാശ് രാജീവ്. DU LLB ഓൾ ഇന്ത്യ റാങ്ക് 20 ആണ്. വേറെ കുറെ എൻട്രൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 20 റാങ്ക് ആണ്. ഇതാണ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ HOD. ലൈക്ക് നമ്മൾ കൊമേഴ്സ് സബ്ജക്ട്സ് മാത്രമേ ഇപ്പോൾ ഡീൽ ചെയ്യുന്നുള്ളൂ. കൊമേഴ്സ് സബ്ജക്ട്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ടെസ്റ്റ് ആയ 4 ഡൊമെയിൻ സബ്ജക്ട്സ്, BBA BCom ഈക്വൽ പോകുന്നവർക്ക് കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട്. ഒറ്റ കോഴ്സാണ്. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ വരും, 4 ഡൊമെയിൻ സബ്ജക്ട്സ് വരും, ഇംഗ്ലീഷും വരും, ജനറൽ ടെസ്റ്റും വരും. അപ്പോൾ ഫുൾ സോർട്ടഡ് ആയി. ആൻഡ് ഇംഗ്ലീഷിന്റെ ട്യൂട്ടർ ആരാണ്, IELTS ട്രെയിനർ ആണ്. ആൻഡ് CAT ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ എബിലിറ്റിയിലെ HOD ലീഡ് ചെയ്യുന്നത് മിസ്റ്റർ ഗോകുൽ. ഇദ്ദേഹം 2020 CATൽ 96% വാങ്ങിയ ആളാണ്. സോ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഫാക്കൽറ്റീസും നമ്മുടെ SRCC പാസ് ഔട്ട്സ് ആണ്. ലൈക്ക് ബികോം ഓണേഴ്സ് SRCC ഇന്ത്യയിലെ നമ്പർ 1 കോളേജിൽ, ഞാൻ പഠിക്കുന്ന നമ്പർ 1 കോളേജിൽ പാസ് ഔട്ട് ആയി ഇറങ്ങിയവരാണ് ഇവരെല്ലാവരും. ജനറൽ ടെസ്റ്റിലെ അതർ ഫാക്കൽറ്റീസ് ഇതാണ്. കാർത്തിക് JEE മെയിൻസിൽ 92% മാർക്ക് വാങ്ങിയതാണ്. അപ്പോൾ he'll be teaching numerical ability and other things. I'll be teaching general mental ability. Arif, he is a best person to teach logical reasoning. ആൻഡ് ഇനി നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ഡൊമെയിൻ ബാച്ചിന്റെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസി ലീഡ് ചെയ്യുന്നത് നന്ദഗോപാൽ CA ഫൈനലിസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ. ആൻഡ് തോഹ SRCCയിലെ 3rd year സ്റ്റുഡന്റ് ആണ്. മാത്തമാറ്റിക്സിലെ SRCC സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റഡീസ് SRCC, എക്കണോമിക്സ് SRCC സ്റ്റുഡൻസ്. സോ ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റിയിൽ യാതൊരു കുറവും എത്തില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്ന് വാട്സാപ്പിൽ എനിക്ക് കോൺടാക്ട് ചെയ്യും. സോ വി ഹാവ് ആൻഡ്രോയിഡ് ആപ്പ് ആൻഡ് വെബ്സൈറ്റ് ഫോർ iOS യൂസേഴ്സ്. കംപ്ലീറ്റ് റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ്. ലൈവ് ക്ലാസ്സസിലെ പ്രശ്നം എന്താ വെച്ചാൽ ലൈവ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം പോകും. നമുക്കിനി കുറച്ച് ടൈം ഉള്ളൂ കമ്പാരേറ്റീവ്ലി. അതുകൊണ്ട് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. സെഷൻ എന്ന് പറഞ്ഞാൽ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവിംഗ്, അതായത് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ പ്രോബ്ലം സോൾവിംഗ് കുറേ സെഷൻസ് അപ്ലോഡ് ചെയ്യും. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷൻ മോഡൽ. ഇനി സെക്ഷൻ 2 ഡൊമെയിൻ സബ്ജക്ട്സ്. ഇതാണ് നിങ്ങളുടെ മേജർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ലൈക്ക് നിങ്ങൾ ഏത് കോഴ്സിന് കയറണം എന്ന് തീരുമാനിക്കുന്ന ഈ സാധനങ്ങളാണ്. നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എലിജിബിലിറ്റി പോയി നോക്കി. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോയി ബികോം ഓണേഴ്സിന് എന്തൊക്കെ വേണം, മാത്സ് ഓർ അക്കൗണ്ടൻസി വേണം. അപ്പോൾ ഡൊമെയിൻ സബ്ജക്ട്സ് ആയി +2 കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് അക്കൗണ്ടൻസി ആഡ് ചെയ്യാം, സയൻസ് പഠിച്ചു വന്ന ഒരാൾക്ക് മാത്സ് ആഡ് ചെയ്യാം, മാത്സ് ഉണ്ടെങ്കിൽ മാത്സ് ആഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന 4-3 സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ സ്ലോട്ട് 2 എന്തായാലും എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡൊമെയിൻ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ 27 ഡൊമെയിൻ സബ്ജക്ട്സ് ഉണ്ട്. ഈ ഡൊമെയിൻ സബ്ജക്ട്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ +2 പഠിച്ച സബ്ജക്ട്സ് ഡൊമെയിൻ സബ്ജക്ട്സിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 1Bയിൽ നിങ്ങൾ ഏതായാലും ഫ്രഞ്ചും കാര്യങ്ങളൊന്നും +2 പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അതിൽ ആഡ് ചെയ്യാം. ഡൊമെയിൻ സബ്ജക്ട്സ് നിങ്ങൾ +2 പഠിച്ച സബ്ജക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം 6, കാരണം നിങ്ങൾ ബേസിക്കലി 6 സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ വരുന്നത് 40 ക്വസ്റ്റൻസ് 50, അപ്പോൾ 45 minutes ഈച്ച് സബ്ജക്റ്റിന് നിങ്ങൾ 45 minutes ഈച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്റ്റിന് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. ഫുൾ MCQ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ്. NTA സിലബസ് എന്താ, നിങ്ങൾ +2 NCERT സിലബസ്, നിങ്ങൾ SCERT ആയിരിക്കാം പഠിച്ചിരിക്കുക, CBSE. അപ്പോൾ NCERT സിലബസ് ആണ് ഈ ഒരു +2ന് വരിക. അതും
ഈ സിലബസ് എന്താണ്? സിലബസ് എവിടെ കണ്ടിട്ടുണ്ട്? നമ്മളെ CUT സമർത്ഥ വെബ്സൈറ്റിൽ സിലബസിന്റെ സെക്ഷനിലുണ്ട്. NCERT-യിൽ നിന്ന് പോലും കുറെ വെട്ടിച്ചുരുക്കിയിട്ടാണ് ചില സബ്ജക്ട്സിൽ കൂട്ടിയിട്ടാണ് CUET-യുടെ സിലബസ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സെക്ഷൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചില കോഴ്സുകൾക്ക് ഓപ്ഷനലാണ്. പക്ഷേ ഇപ്പോൾ BCom ഓണേഴ്സ് മാത്രം എടുത്ത് നോക്കാം. BCom ഓണേഴ്സ് മാത്രം എടുത്ത് നോക്കി DU-വില് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ജനറൽ ടെസ്റ്റ് ഓപ്ഷണലാണ്. പക്ഷേ BHU-ല് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഈ ജനറൽ ടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ BCom ഓണേഴ്സിന് എലിജിബിൾ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതന്നെ വേണം. അപ്പോൾ ജനറൽ ടെസ്റ്റ് ഒരിക്കലും മിസ്സാകരുത്. ഇനി അഥവാ നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതി ജനറൽ ടെസ്റ്റ് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ജനറൽ ടെസ്റ്റ് വേണ്ടല്ലോ, ജനറൽ ടെസ്റ്റിന് മാർക്ക് കൺസിഡർ ചെയ്യേയില്ല. നിങ്ങൾ ആവശ്യമില്ലാത്തൊരു സബ്ജക്ട് എഴുതി എന്ന് വെച്ച് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ആ ഒരു ടൈം മിസ്സാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ജനറൽ ടെസ്റ്റിന്റെ സിലബസ് ഇതൊക്കെയാണ്. GK, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളും 60 മിനിറ്റ്സ് ആണ്, 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 75 ക്വസ്റ്റ്യൻസ് ആണ്. 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. അപ്പോൾ 1 മിനിറ്റിൽ 1 ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഈ ജനറൽ ടെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇഷ്ടപ്രകാരമാണ്. ലൈക്ക് അവർക്ക് വേണോ വേണ്ടെന്നുള്ളത് വെബ്സൈറ്റിൽ സ്ഥിരം കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ സിലബസ് എവിടെയുള്ളത്? ഇതാണ് CUT സമർത്ഥ വെബ്സൈറ്റ്. സിലബസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇതാണ്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഹോം, ഇവിടെ ഈ രജിസ്റ്റർ ബട്ടൺ നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചാനലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐ ബട്ടണിൽ ഞാൻ താഴെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. അത് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി കോഴ്സ് എലിജിബിലിറ്റിയുടെ കാര്യം അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ +2-ൽ പഠിച്ച എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, സബ്ജക്ട്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്, ഡിഫറെൻറ്റ് എലിജിബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമൈസ് ചെയ്യുക, എല്ലാ സബ്ജക്ട്സും എഴുതാൻ നോക്കുക. പക്ഷേ ടഫ് ആണെന്ന് അറിയാം, പക്ഷേ എഴുതാൻ നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് കിട്ടാനുള്ള ഇത്. ചിലർ BSc മാത്രം മതി, BSc മാത്സ് മാത്രം മതി, അല്ലെങ്കിൽ BCom ഓണേഴ്സ് മാത്രം മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിന് മാത്രം അപ്ലൈ ചെയ്യും. പക്ഷേ ഒരു കോമ്പറ്റീഷൻ കൂടിക്കഴിഞ്ഞാൽ 10-11 ലക്ഷം പേര് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കളയാൻ പറ്റില്ല. അത് ഏത് കോഴ്സാണെങ്കിലും കളയാൻ പാടില്ല. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കോഴ്സ് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ BCom ഓണേഴ്സ് എടുക്കാൻ വിചാരിക്കുന്ന ഒരാൾ BCom ഓണേഴ്സ് കിട്ടിയില്ല, BBA ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിന് പോകണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കോളേജിൻ്റെ വാല്യൂ ആണ്. ലൈക്ക് SRCC-യിലെ BCom വേഴ്സസ് BBA ഇൻ ഷഹീദ് സുഖ്ദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്, ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം വാല്യൂ ആണ്. ഏത് കോഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലും ബ്രാൻഡ് വാല്യൂയുടെ പെർസ്പെക്റ്റീവിലും. ലോക്കൽ കോളേജിൽ BCom ഓണേഴ്സ് കിട്ടുന്നത് അതും ഡിഫറെൻ്റ് ആണ്. കോളേജിൻ്റെ വാല്യൂ ആണ് ടോട്ടലി അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ മാറ്റർ ചെയ്യുക. 4th പോയിന്റ് എന്താ? എലിജിബിൾ സബ്ജക്ട്സിന്റെ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നമുക്ക് പ്രോ ടിപ്സിലേക്ക് കടക്കാം. അപ്ലൈ ടു മാക്സിമം കോളേജസ് ആൻഡ് കോഴ്സസ്. കാര്യം എന്താ വെച്ചാൽ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ഞാൻ പറയാൻ കാരണം എന്താ, ഇതൊരു വൺസ് ഇൻ എ ഇയർ ഓപ്പർച്യൂണിറ്റി. ഇനി നിങ്ങൾക്ക് 1 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ BCom ഓണേഴ്സിന് മാത്രം ചേരുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കരുത്. BCom-ന്റെ അതായത് കൊമേഴ്സ് ഫീൽഡ്, ബിസിനസ് ഫീൽഡ് റിലേറ്റഡ് ഓൾ കോഴ്സസ് നിങ്ങൾ ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കണം. നിങ്ങളുടെ മാക്സിമൈസ് യുവർ ഓപ്ഷൻസ് മാക്സിമൈസ് ചെയ്യുക, അല്ല നാരോ അല്ല ചെയ്യേണ്ടത്. കാരണം ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 10 ലക്ഷം ആപ്ലിക്കേഷൻസ് ആണ് 1 വീക്ക് മുന്നേ വന്നത്. അതിൽ കോമ്പറ്റീഷൻസ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ കോമ്പറ്റീഷൻസ് വരാൻ കാരണം JEE-ക്കാരും നീറ്റുകാരും ഇത് ചറപറ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് നല്ലൊരു ബാക്കപ്പ് ഓപ്ഷനാണ്. അവർ സിമ്പിളായിട്ട് DU-ലെ ടോപ്പ് കോളേജസിൽ അടിക്കും. ഇത് വാങ്ങിയിട്ട് സിമ്പിളായിട്ട് അടിക്കും. അപ്പോൾ ബാക്കിയുള്ള ഒരു കോഴ്സിന് നല്ലത്, എന്നിട്ട് അവർ നിർത്തി പോവുകയും ചെയ്യും, റീറീപ്പിന് പോവുകയും ചെയ്യും. അത് നമുക്കറിയില്ല, അവരുടെ ഇത് പോലെ ഇരിക്കും. ഇനി സെലക്ട് ഡിഫറെൻറ്റ് കോഴ്സ്, വെറൈറ്റി കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുക. 1 ടൈം ഫെസിലിറ്റി ആണ്. നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യുക. ഇത് റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ ഒരു കോളേജ് ലൈഫ്, എഡ്യൂക്കേഷൻ ലൈഫിൽ. ഇനി നമുക്ക് എക്സാം സെൻറ്റേഴ്സിലേക്ക് കിടക്കാം. ഒബ്വിയസ്ലി ഇത് എൻട്രൻസ് ബേസ്ഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. കേരളത്തിൽ കുറേ എൻട്രൻസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടില്ല, കോട്ടയം, കൊല്ലം, മലപ്പുറം, പാലക്കാട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ അപ്ലൈ ചെയ്യാം. ഇതാണ് CUET എക്സാമിനേഷൻ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പറയാനുള്ളത്. സോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതർ കോളേജസ് ആൻഡ് പ്രൈവറ്റ് കോളേജസ്. സോ ഇവിടെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതും ഓഫ്ലൈൻ കോളേജസ് നിങ്ങൾക്ക് കിട്ടിയാൽ, ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് ഓഫ്ലൈൻ കോളേജസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടേമിൽ, അതായത് 2-3 വർഷം കൊണ്ട് ഇത്ര ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു പ്ലേസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതും മാക്സിമം ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ നോക്കുക. അതിന് നന്നായി പഠിക്കണം എൻട്രൻസിനും കാര്യത്തിനും. സോ ദാറ്റ്സ് ഓൾ. എൻ്റെ പേര് ആരിഫ് പുള്ളാട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.